ധന്യരാമൻ, ഇവിടെ കുട്ടി ഇപ്പോഴത് പറയണമെങ്കിൽ നോക്കൂ, കുട്ടിയുടെ ഫോണിലേക്ക് നോക്കിയപ്പോൾ കുട്ടിയുടെ തന്നെ നഗ്ന ദൃശ്യങ്ങളടക്കം അവിടെയുണ്ട്. ഉറപ്പായും നഗ്ന ദൃശ്യങ്ങൾ കാണിച്ചു കൊടുത്തുള്ള ബ്ലാക്ക് മെയിലിംഗ് പീഡനം ഉണ്ടായിട്ടുണ്ടെന്ന് പോലീസ് സംശയിക്കുകയാണ്. ശ്രീ ധന്യരാമൻ, നോക്കൂ, ഇവിടെ ഒരു പെൺകുട്ടി 13 വയസ്സ് മുതൽ 18 വയസ്സ് വരെ നിരന്തരം പീഡനങ്ങൾക്കിരയാകുന്നു. കുട്ടിയുടെ ഫോണിലേക്ക് കുട്ടിയുടെ തന്നെ നഗ്ന ദൃശ്യങ്ങൾ ആദ്യം എന്തോ സുബിൻ എന്ന് പറയുന്ന ഒരാൾ പീഡിപ്പിക്കുന്നു, നഗ്ന ദൃശ്യം പകർത്തുന്നു, അത് പലർക്കും അയച്ചു കൊടുക്കുന്നു. അയച്ചു കിട്ടിയവർ ഈ കുട്ടിക്ക് തന്നെ അയക്കുന്നു. ആ കുട്ടി അത് കാണിച്ച് ഭീഷണിപ്പെടുത്തി കൂട്ടബലാത്സംഗം. KSRTC ബസ് സ്റ്റാൻഡിനകത്തെ അവിടെ കിടന്ന സ്വകാര്യ ബസ്സുകൾ ബസ് സ്റ്റാൻഡിൽ കൊണ്ടുവന്ന് മറ്റു ആൾക്കാർ വാഹനത്തിൽ കൊണ്ടുപോകുന്നു. 62 പേരെന്നൊക്കെ പറയുമ്പോൾ ഇത് ഇക്കാലം അത്രയും ശരിയാണ്. ഇപ്പോൾ CWC അഭിനന്ദനാർഹമാണ്. അതിനുശേഷം നടപടി FIR അറസ്റ്റിലേക്ക് പെട്ടെന്ന് നടക്കും, നല്ല കാര്യം. പക്ഷേ ഈ പോയ 5 വർഷങ്ങളിൽ ഈ കുട്ടിക്ക് ഇതാരോടും പറയാൻ കഴിയാത്ത വണ്ണമുള്ള ഒരു സാമൂഹിക സാഹചര്യമില്ലേ? അതെന്തുകൊണ്ടാണെന്ന് ഗൗരവമായ ആലോചന ഉണ്ടാവണ്ടേ? തന്നെ നമുക്ക് എങ്ങനെയാണ് അറിയാൻ കഴിയുക ഇതുപോലെ മറ്റു പെൺകുട്ടികൾ എവിടെയൊക്കെ നീറി ഇല്ല എന്ന കാര്യം ഉറപ്പിക്കാൻ കഴിയുക? സത്യത്തിൽ സാമൂഹ്യ സാഹചര്യം പിന്നോക്കാവസ്ഥയിലുള്ള ആൾക്കാർക്കൊന്നും ഇതിനുള്ള സൗകര്യമില്ല. അവർ റേപ്പ് ചെയ്യപ്പെട്ട് കഴിഞ്ഞ് അല്ലെങ്കിൽ ഇത്തരം എന്തെങ്കിലും ദുരന്തം ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം മാത്രമേ പൊതുസമൂഹം അറിയാറുള്ളൂ എന്നുള്ള ആ സത്യം കേരളം അംഗീകരിക്കണം. ഈ കേരളത്തിൽ ഇത്രയും 100-110 വകുപ്പുകളും ഇത്രയും കോടി SC/ST വിഭാഗത്തിന് വേണ്ടി ഫണ്ടുകളും ഇത്രയും കമ്മീഷനുകൾ, യൂത്ത് കമ്മീഷൻ, SC/ST കമ്മീഷൻ, ഇവിടെ ഇല്ലാത്ത കമ്മീഷനുകളുണ്ടോ? ഇവിടെ ഇല്ലാത്ത സംവിധാനങ്ങളുണ്ടോ? ഇത്രയൊക്കെ ഉണ്ടായിട്ടും CWC ഉണ്ട്, ചൈൽഡ് റൈറ്റ്സ് കമ്മീഷൻ ഉണ്ട്, ലക്ഷങ്ങൾ സാലറി വാങ്ങിക്കൊണ്ട് പോകുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇവരുടെയൊക്കെ മുന്നിലേക്ക് ഒരു വിക്ടിം എത്തിയാൽ മാത്രമേ അത് നടപടിയെടുപ്പിക്കാൻ മാത്രമേ ഇവരെ കൊണ്ടൊക്കെ സാധിക്കുകയുള്ളൂ. ആ ഒരു സംവിധാനം മാത്രമേ കേരളത്തിലുള്ളൂ എന്ന് അംഗീകരിക്കണം. ഇവിടെ എത്രയോ രാഷ്ട്രീയ പാർട്ടികളുണ്ട്, അവരുടെ യുവജന സംഘടനകളുണ്ട്, മഹിളാ അസോസിയേഷനുകളുണ്ട്, സ്ത്രീകൾക്ക് വേണ്ടിയുള്ള കൂട്ടായ്മകളുണ്ട്. ഇതിലൊന്നും ഒരു പട്ടികജാതി കുടുംബത്തിൻ്റെ 7 അയലക്കത്തൂടെ പോകാനായിട്ടുള്ളവർക്ക് ഇതൊന്നും ഈ കുടുംബത്തെക്കുറിച്ച് അറിയാനായിട്ട് സാധിച്ചില്ല. ആ കുട്ടിയെ പഠിപ്പിക്കുന്ന അധ്യാപകർ, സുഹൃത്തുക്കൾ, അതുപോലെ തന്നെ പിന്നെ അവർ ഇടപെട്ട് നിൽക്കുന്ന ആ ഒരു സ്പേസിൽ ചുറ്റുമുള്ള ആൾക്കാരൊക്കെ തന്നെ ഒന്ന് പൊതുവൽക്കരിച്ച് പറഞ്ഞാൽ ചുറ്റും നിൽക്കുന്ന ആൾക്കാരൊക്കെ എന്താണ് ഈ പറഞ്ഞ പരിശീലനം ഉണ്ടെന്ന് പറഞ്ഞു, നമുക്ക് ഉറപ്പില്ല, കോച്ചുമാരുണ്ടെന്ന് പറയുന്നു, സഹപാഠികളുണ്ടെന്ന് പറയുന്നു, സീനിയേഴ്സ് ഉണ്ടെന്ന് പറയുന്നു, മത്സ്യത്തൊഴിലാളി, ഓട്ടോറിക്ഷ തൊഴിലാളി എന്ന് പറഞ്ഞാൽ നാട്ടുകാർ, ഈ പെൺകുട്ടിക്ക് ചുറ്റും നിന്ന മനുഷ്യരൊക്കെ ഈ പെൺകുട്ടിയെ ഇത്തരത്തിൽ സമീപിച്ചു. അതാരും നാട് പറഞ്ഞു, നാട്ടുകാർ പറഞ്ഞു, സ്കൂൾ പറഞ്ഞില്ല, ആരും പറഞ്ഞില്ല. അതെന്തൊരു നാടാണത് അങ്ങനെയാണെങ്കിൽ? ഏറ്റവും പിന്നോക്കാവസ്ഥയിലുള്ളതെന്ന് പറഞ്ഞാൽ ജാതി കൊണ്ടും സാമ്പത്തികം കൊണ്ടും സാമൂഹ്യ സാഹചര്യങ്ങൾ കൊണ്ടും എല്ലാം പിന്നോക്കം നിൽക്കുന്ന ഒരു ചെറിയ വീടുള്ള ഒരു കുടുംബം. അവർ കൂലിപ്പണിയെടുത്ത് ജീവിക്കുന്ന ആൾക്കാരാണ്. അവരുടെ അച്ഛന് ഫോണ് കൃത്യമായിട്ട് ഉപയോഗിക്കാൻ അറിഞ്ഞൂടാ. അപ്പോൾ ഒരു കുട്ടിയെ ആദ്യം ഒരു പയ്യൻ വന്ന് കാട്ടിലേക്ക് കൊണ്ടുപോയി അവിടുന്ന് ആദ്യം റബ്ബർ തോട്ടത്തിൽ വെച്ച് റേപ്പ് ചെയ്ത ശേഷം അവളുടെ വീഡിയോ എടുത്ത് ആ വീഡിയോ അവനാണ് പുറത്തേക്ക് ഇട്ട് ഇങ്ങനെ ഒരു കുട്ടി ഇവിടെ ഉണ്ടെന്ന് മറ്റുള്ളവർക്ക് അവളുടെ നമ്പറും അവളെയും ഷെയർ ചെയ്ത് കൊടുത്ത് ഈ വീഡിയോ ഉപയോഗിച്ചാണ് ഈ കുഞ്ഞിനെ അവരെല്ലാവരും തന്നെ സെക്ഷൽ അബ്യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നാളെ ഒരു ഭാവി താരമാകേണ്ട, ഒരു കായിക താരമാകേണ്ടിരുന്ന കുട്ടി അത് തകർന്നടിഞ്ഞ് അതിൻ്റെ ജീവിതം എങ്ങും എത്താതെ ആയിപ്പോയി. ഒന്ന് ഓർത്ത് നോക്കി, ഇത് പൊതുസമൂഹത്തിൽ ഏതെങ്കിലും ഒരു സമുദായത്തിനാണ് ഇങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ ഇന്ന് കേരളം കത്തത്തില്ലേ? ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കളെ വെറുതെ ഇരിക്കും, ആ സമുദായ അംഗങ്ങൾ വെറുതെ ഇരിക്കും. എത്ര പേരെ അവരിപ്പോൾ വീട് കയറി തല്ലിയിട്ടുണ്ടാവും. ഞങ്ങളിപ്പോൾ തിരിച്ച് തല്ലാൻ തുടങ്ങി. നിങ്ങളിപ്പോൾ എന്ത് ചെയ്യും? ഇപ്പം പോലീസുകാർ ഞങ്ങളെ മാവോയിസ്റ്റുകളാക്കി കളയും. ഞങ്ങൾക്ക് പ്രതികരിക്കാൻ പറ്റത്തില്ല. ഇപ്പം ഞങ്ങൾ സംസാരിക്കുന്ന ആൾക്കാർ തന്നെ മാവോയിസ്റ്റുകളാണെന്ന് പറയും. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ പിണറായി വിജയൻ സർക്കാരിൻ്റെ 1ാം സർക്കാർ വളരെ ഗംഭീരമായിട്ട് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഞങ്ങളെ സപ്പോർട്ട് ചെയ്തു. ജനമൈത്രി ഉണ്ടായിരുന്നു. ഞങ്ങൾ ഓരോ കോളനികളിലേക്കും കയറിപ്പോയി. 7500 കോളനികളിൽ കവർ ചെയ്ത ഒരാളാണ് ഞാൻ. അത്രയും കോളനികളിൽ മനുഷ്യരുമായിട്ട് എനിക്ക് ബന്ധമുണ്ട്. എന്തെങ്കിലും ഒരു വിഷയം വന്നാൽ ഉടനെ പൊതുസമൂഹം അറിയുന്നുണ്ട്. അവർക്ക് അവരുടെ പഞ്ചായത്ത് മെമ്പറൊക്കെ ആയിട്ട് ബന്ധമുള്ള ഒരു സ്പേസ് ആക്കി നമ്മളതിനെ മാറ്റിയെടുത്തിട്ടുണ്ട് ഒരുപാട് ഇടങ്ങളിൽ. പക്ഷെ ഇപ്പം നോക്കൂ, ഇപ്പോൾ ഈ ഒരു കുടുംബത്തിന് ഈ പത്തനംതിട്ട എന്നൊക്കെ പറയുന്ന കുടിയേറ്റ ജില്ല, അല്ലെങ്കിൽ ഇത്രയും മനുഷ്യരുള്ള ജില്ല, അവിടെ മന്ത്രിയുണ്ട്, അവിടെ ഇത്രയും വനിതാ ശിശുക്ഷേമ വികസന വകുപ്പുകളുണ്ട്, എന്തെല്ലാം സംവിധാനങ്ങൾ ഉണ്ടായിട്ട് എന്ത് കാര്യം? ഈ കുഞ്ഞിനെ ഇത്രയും 5 വർഷം മിസ്യൂസ് ചെയ്തിട്ട് അതിനെ ഇത്രയും അത് സ്ട്രെസ്സും താങ്ങിക്കൊണ്ട് നിൽക്കേണ്ടി വന്നില്ലേ? ആലോചിച്ച് നോക്കൂ തന്നെ, ഇത് ഇപ്പൊ ഈ 62 എന്ന് പറയുന്നത് CWC വെറുതെ അങ്ങ് പറയുന്നതല്ല, ഈ കുട്ടിയുടെ ആരോപണമല്ല. CWCക്ക് മുന്നിൽ പറയുന്നത് അഡ്വക്കേറ്റ് സുനിൽ പറയുന്നത് പോലെ CWCക്ക് മുന്നിൽ ഇത് പറയുന്നു. അവരത് ഒരു സൈക്കോളജിസ്റ്റ് മുന്നിൽ വെക്കുന്നു. സൈക്കോളജിസ്റ്റോട് കുട്ടി കാര്യങ്ങൾ സംസാരിക്കുന്നു. കുട്ടി ഡയറി കുറിപ്പ്, ഫോൺ. അപ്പോൾ ഈ 62 എന്ന് പറയുന്നത് ഒരു സാങ്കല്പിക കണക്കല്ല. 5 വർഷങ്ങളിൽ 62 പേർ കുട്ടി അവിടെ ഇവിടെയും കൊണ്ട് ഉപദ്രവിക്കുക, അത് ദൃശ്യമെടുത്ത് കൈമാറുക. എന്നിട്ട് ഇപ്പൊ ഞാൻ പറഞ്ഞത്, ഇപ്പോൾ ആ കുട്ടി സ്കൂളിൽ പോകുന്നുണ്ടാവില്ല, സ്കൂളിൽ പോകുമ്പോൾ ആ കുട്ടിയുടെ മുഖം കണ്ട് അധ്യാപിക തോന്നണ്ടേ എന്ത് പറ്റി കുഞ്ഞിന് തോന്നണ്ടേ? അങ്ങനെ തോന്നാത്ത അധ്യാപകരാണോ? അങ്ങനെ തോന്നാത്ത കൗൺസിലർമാരാണോ? അങ്ങനെ തോന്നാത്ത മനുഷ്യരാണോ? അതെന്താണത്? തന്നെയാണ്.
അതാണ് ഇത്ര. അതായത് ഈ ഞങ്ങളിപ്പോൾ 2010 മുൻപേ ഒരു തവണ ഞങ്ങളെ ഈ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ എന്ന് പറയുന്ന CPM-ന്റെ ഒരു സംഘടനയുണ്ട്. അതിൽ PK ശ്രീമതി ടീച്ചർ ഞങ്ങളെ ഒരു തവണ പിന്തുണച്ചു. ആ ടീച്ചറാണ് ആദ്യം ഈ ആദിവാസി കുഞ്ഞുങ്ങളെ ഇതുപോലെ റേപ്പ് ചെയ്യുന്നുണ്ടെന്നും അവിവാഹിത അമ്മമാരെ സെറ്റിൽമെന്റുകളിൽ പെരുകുന്നു എന്നും ആദ്യം പൊതുസമൂഹത്തെ ഞങ്ങൾ പറഞ്ഞ ആരും വിശ്വസിക്കില്ല, ഞങ്ങൾ പറഞ്ഞ ആരും അംഗീകരിക്കത്തുമില്ല. അന്നത്തെ കാലത്ത് ഞങ്ങളൊന്നും ഇങ്ങനെ മാധ്യമത്തിൽ വന്ന് സംസാരിക്കാൻ പ്രാപ്തര് പോലും അല്ലായിരുന്നു അന്ന്. ആ സമയത്ത് PK ശ്രീമതി ടീച്ചർ ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളൊക്കെ പിന്നീട് ഈ വിവരം പുറത്തറിയുന്നതും ഞങ്ങൾ ഈ കോളനികളിലേക്ക് കയറി പോകുന്നതും. 1137 റേപ്പ് കേസാണ് 2010-11 പീരീഡുകളിൽ ഒറ്റയടിക്ക് കേസെടുത്ത് തീർത്തത്. അപ്പം അതിനുശേഷം പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഞങ്ങളെ വളരെയധികം സഹായിച്ചു. ഈ രണ്ടാം പിണറായി വിജയൻ സർക്കാർ വന്നപ്പോൾ ആദ്യത്തെ 2 വർഷം പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഞങ്ങളെ ഒരു കേസും പരിഗണിച്ചില്ല എന്നല്ല, ഭയങ്കര ദ്രോഹമാണ് ഞങ്ങളെടുത്ത് ചെയ്തത്. അത് തുറന്ന് പറയുന്നത് എനിക്ക് യാതൊരു മടിയില്ല. ഞാനത് P. ശശിയേട്ടൻ്റെ അടുത്ത് ഞാനത് പറഞ്ഞതാണ്. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി അടുത്ത് ഞാൻ പറഞ്ഞു, ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം, ഈ സെറ്റിൽമെൻറ്റിൽ പോകുന്ന കാര്യം നിങ്ങൾ അതെങ്കിലും ഞങ്ങൾക്കൊന്ന് അനുവദിക്കൂ. കാരണം ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് പോകാൻ പറ്റൂല. ഒറ്റയ്ക്ക് പോയ ഒന്ന് സുരക്ഷിതത്വത്തിൻ്റെ പ്രശ്നമുണ്ട്. ആരൊറ്റയ്ക്ക് കാടും മേടും കയറിപ്പോവും, എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ ജനമൈത്രി പോലീസ് കൂടെ വേണം, ഞങ്ങൾക്ക് ആ സപ്പോർട്ട് വേണം. പിന്നെ പോലീസിൻ്റെ സുരക്ഷ ഊരിലുള്ളവർക്ക് ആവശ്യമുണ്ടെങ്കിൽ അതും കൊടുക്കണം, കോളനികളിലുള്ളവർക്ക് ആവശ്യമുണ്ടെങ്കിൽ അതും കൊടുക്കണം. അങ്ങനെ റിക്വസ്റ്റ് ചെയ്തിട്ട് പോലും ആ 2-2.5 വർഷം, ഇപ്പം ഇനി മനോജ് എബ്രഹാം വന്ന ശേഷം ഇനി ഒരുപക്ഷെ പിന്തുണ കിട്ടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ കഴിഞ്ഞ ആ പീരീഡിൽ ഞങ്ങളുടെ യാത്രകളും ഞങ്ങളുടെ ചലനങ്ങൾ പോലും ഇവിടുത്തെ RSSകാർക്ക് വേണ്ടിയിട്ട് അവർക്ക് കോളനി കയറാൻ വേണ്ടി ഞങ്ങളെയൊക്കെ കോളനിയിൽ നിന്ന് പുറത്താക്കി എന്നുള്ള ആ സത്യം കേരളം മനസ്സിലാക്കണം. അതുകൊണ്ട് ഞങ്ങൾക്കുണ്ടായ നഷ്ടമാണ്. ഞങ്ങളുടെ മനുഷ്യരെ അടുത്തറിയാനും സംസാരിക്കാനും ഇടപഴകാനും ഇവിടെ നിന്ന് എത്തിപ്പെടാനും ഞങ്ങൾക്ക് സാധിച്ചില്ല. സർക്കാർ ഞങ്ങൾക്ക് 5 പൈസ തരണ്ട, സർക്കാരിൻ്റെ വാഹനം ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾക്കുണ്ടത്. ഞങ്ങൾ പിരിവെടുത്തിട്ടാലും ഞങ്ങളുടെ കോളനികളിൽ ഞങ്ങൾക്ക് പോയിക്കോളാം. പക്ഷേ ഈ പോയാൽ ഞങ്ങളെ ഒന്ന് ഞങ്ങൾക്ക് സുരക്ഷിതത്വം വേണം. രണ്ടാമത്തെ കാര്യം, ഞങ്ങളെ മാവോയിസ്റ്റ് ആക്കുന്നതിൽ നിന്ന് ഒഴിവാക്കണം. കാരണം ചെറിയ ചെറിയ വിഷയങ്ങളിലല്ല ഞങ്ങൾ ഇടപെടുന്നത്. ഇതൊക്കെ ഞങ്ങളെ സംബന്ധിച്ചുള്ള വലിയ വലിയ കോടികളുടെ വിഷയങ്ങളാണ്. ഗുരുതര എന്തുകൊണ്ടാണ് തന്നെ ഈ മാവോയിസ്റ്റ് ആക്കുന്ന ആരോപണം താങ്കൾ ആവർത്തിക്കുന്നത് എന്തുകൊണ്ടാണ്? അല്ല, ഈ മാവോയിസ്റ്റ് ആക്കുന്ന ആരോപണം താങ്കൾ ആവർത്തിക്കുന്നത് എന്തുകൊണ്ടാണ്? അത് എനിക്കെതിരെ നിങ്ങൾ ഹാഷ്മി ഒന്ന് ഓർത്ത് നോക്ക്. ഞാൻ സത്യത്തിൽ ഞാൻ ഈ സാമൂഹ്യ രംഗത്ത് ഒരിക്കലും വരണമെന്ന് വിചാരിച്ച ആളെ അല്ല. കാരണം എൻ്റെ അച്ഛനൊരു ദളിത് നേതാവായിരുന്നു. അദ്ദേഹം രാജ്യദ്രോഹ കുറ്റത്തിന് ജയിലിനകത്ത് കിടന്നിട്ടുണ്ട്. ഞാനിതൊക്കെ 8ാം ക്ലാസ് ഒരു 4 വയസ്സ് തൊട്ട് കണ്ട് മടുത്ത ഒരാളാണ്. ഈ സമുദായ പ്രവർത്തനം, ദളിത് പ്രവർത്തനം എന്ന് പറഞ്ഞൊരു നിസ്സാര കാര്യമല്ല. അതുകൊണ്ടാണ് ഞാൻ അത് കൃത്യമായിട്ട് ഇതിൻ്റെ ഈ രാജ്യദ്രോഹ കുറ്റത്തിന് ജയിലിലായ അച്ഛൻ്റെ മകളാണ് ഞാൻ. എനിക്കറിയാം എന്ത് ചെയ്യണം, എങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ളത്. ഈ സമൂഹത്തെ പഠിച്ചിട്ട് തന്നെയാണ് ഞാൻ നിൽക്കുന്നത്. എൻ്റെയൊക്കെ നിവൃത്തികേട് കൊണ്ടാണ് സാമൂഹ്യ രംഗത്ത് വന്നിറങ്ങിയത്. ഇല്ലെങ്കിൽ എനിക്ക് കൺസ്ട്രക്ഷൻ ചെയ്ത് കാശുണ്ടാക്കി എൻ്റെ കുടുംബം നോക്കി എനിക്ക് സ്വസ്ഥമായിട്ട് ലക്ഷറി ആയിട്ട് ജീവിക്കാമായിരുന്നു. എൻ്റെ സമ്പത്തിൻ്റെ പകുതി മുക്കാലും ഞാൻ ഒഴുക്കുന്ന എൻ്റെ യാത്രകൾക്കാണ്. ഒരു മാസം 60,000 തൊട്ട് 80,000 വരെ എൻ്റെ വണ്ടിക്ക് ഞാൻ ഡീസൽ അടിക്കുന്നുണ്ട്. അത്രയും യാത്രയാണുള്ളത്. നിങ്ങൾ ആരും മാധ്യമങ്ങളും പോലീസും അറിയുന്നതിന് മുമ്പ് ഓരോ സെറ്റിൽമെന്റിന് വിവരം ഞങ്ങളാണ് പോലീസിന് കൊടുക്കുന്നത്. ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് സർക്കാർ ആ പിന്തുണ തരണം. ഒരു കാര്യം കൂടെ ഹാഷ്മി, ബിഗ് ബോസിലെ ശോഭ വിശ്വനാഥോ, ആ സ്ത്രീ പോയിട്ട് ആദിവാസി വകുപ്പിൽ പോയിട്ട് അവള് 1 കോടി രൂപ വാങ്ങിച്ചു. അവള് പോയപ്പം ആദിവാസി പെൺകുട്ടികൾക്ക് മാസ്ക് തയ്ച്ചു കൊടുക്കാനാണെന്ന് 1 കോടി രൂപ സ്പോട്ടിൽ സർക്കാർ ഡിപ്പാർട്ട്മെന്റ് എടുത്തു കൊടുത്തു. ആരോട് ചോദിച്ചിട്ട്? എന്നിട്ട് അവർ മാസ്ക് തയ്ച്ചു കൊടുത്തോ? അവർ ഹൈദരാബാദ് യൂറോപ്പ് ടൂറല്ലേ നടത്തിയത്? ഒരു മാസ്കെങ്കിലും തയ്ച്ചു കൊടുത്തിട്ട് അവരെ കുറിച്ച് എന്തെങ്കിലും ഒരു എൻക്വയറി ഉണ്ടായോ? ഒന്നും സംഭവിച്ചില്ലല്ലോ. ഞങ്ങളുടെ പൈസ മുടക്കി പോകുമ്പം, ഞങ്ങളുടെ ആൾക്കാരെ സുരക്ഷിതരാക്കാൻ പോകുമ്പം ഞങ്ങൾക്ക് സുരക്ഷിതത്വം വേണം. ഞങ്ങൾക്ക് സർക്കാരിൻ്റെ 10 പൈസ വേണ്ട. ഞങ്ങൾ എങ്ങനെയെങ്കിലും ഞങ്ങളുടെ ആൾക്കാരെ ഞങ്ങൾ സുരക്ഷിതരാക്കിക്കോളാം. ഈ 10 വകുപ്പ് എടുക്കുന്ന പണിയാണ് ഞങ്ങളൊക്കെ എടുക്കുന്നത്. ശരിയാണ്. ഇതൊക്കെ കേരളത്തിൽ എത്രത്തോളം അറിയാം എന്നുള്ളത് അറിയില്ല. ഞാൻ പോലും അജ്ഞനാണ് ആ കാര്യങ്ങൾ. ഞാൻ എത്താം തന്നെയാണ്.